നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളുടെ തീരാദുരിതം ഇവിടെ അവസാനിക്കുന്നു. ആ നിർണായക നീക്കവുമായി കരിപ്പൂരിൽ നിന്നും വരുന്നു ജംബോ വിമാനങ്ങൾ. കരിപ്പൂരിൽ നിന്ന് ജംബോ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതിന് അനുമതി നേടിയിരിക്കുകയാണ്. ഈ വർഷം മെയ് മാസത്തിൽ തന്നെ ഇവിടെ വലിയ വിമാനങ്ങൾ പറന്നിറങ്ങാൻ അനുമതി കിട്ടിയിരുന്നതാണ്. എന്നാൽ സ്ഥിരം ജംബോ സർവീസുകൾക്കുള്ള അനുമതി വൈകുകയായിരുന്നു. ഫെബ്രുവരി 17 മുതൽ കരിപ്പൂർ ജിദ്ദ സർവീസ് തുടങ്ങുമെന്ന് എയർ ഇന്ത്യ വിമാനത്താവള അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഡിസംബർ 24-ന് ജിദ്ദയിൽ നിന്ന് പുറപ്പെടുന്ന എയർ ഇന്ത്യയുടെ ജംബോ വിമാനം 25-ന് രാവിലെ കോഴിക്കോട്ട് പറന്നിറങ്ങിയിരുന്നു. ഈ ലാൻഡിംഗ് തൃപ്തികരമായിരുന്നതിനാലാണ് ഇനി മുതൽ ജംബോ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി ലഭിച്ചത് തന്നെ. അതോടൊപ്പം തന്നെ ഇനി ഇതുവഴി സ്ഥിരം സർവീസ് നടത്താമെന്ന നിലപാടിലാണ് എയർ ഇന്ത്യയും. എയർ ഇന്ത്യയുടെ ജംബോ വിമാനങ്ങളാണ് ഇനി മുതൽ ഇവിടെ നിന്ന് സർവീസ് നടത്തുക എന്നത്. രാജ്യത്തിലെ ഏറ്റവും വലിയ വിമാനമായ ജംബോ ബോയിങ് വിമാനമാണ് കരിപ്പൂരിലെ റൺവേ നവീകരണത്തിന് ശേഷം ആദ്യമായി ഇതുവഴി പരീക്ഷണ പറക്കൽ നടത്തിയത് തന്നെ. റൺവേയുടെ നീളം 6000 അടിയിൽ നിന്ന് 9000 അടിയാക്കി നവീകരിച്ച ശേഷവും ജംബോ വിമാനങ്ങളുടെ ദൈനംദിന സർവീസുകൾക്ക് അനുമതി വൈകിയിരുന്നു. ഇത് ഗൾഫിൽ നിന്നടക്കമുള്ള പ്രവാസികൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉളവാക്കിയിരുന്നു. ഒന്നുകിൽ കണ്ണൂർ വിമാനത്താവളത്തിലോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിലോ വിമാനമിറങ്ങി വരേണ്ട സ്ഥിതിയായിരുന്നു പ്രവാസികൾ നേരിട്ടിരുന്നത്. അങ്ങനെ 2015-ലാണ് റൺവേ അറ്റകുറ്റപ്പണിയുടെ പേരിൽ കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങൾ പിൻവലിക്കുന്നത്. അതിനു മുമ്പ് ജംബോ വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് സ്ഥിരം സർവീസ് നടത്തിയിരുന്നതാണ്. ഇതേ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തെ എയർപോർട്ട് അതോറിറ്റി തരം താഴ്ത്തിയിരുന്നു. 9ാം കാറ്റഗറിയിലുണ്ടായിരുന്ന വിമാനത്താവളത്തെ ഗ്രേഡ് 8-ലേക്കും പിന്നീട് ഗ്രേഡ് 7-ലേക്കും എയർപോർട്ട് അതോറിറ്റി തരം താഴ്ത്തിയിരുന്നു. ഇടത്തരം വിമാനങ്ങൾ മാത്രം സർവീസ് നടത്തുന്ന വിമാനത്താവളങ്ങളുടെ കാറ്റഗറിയിലേക്ക് കരിപ്പൂർ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബോയിങ് 777 മുതലുള്ള വിമാനങ്ങൾക്ക് കോഴിക്കോട് സർവീസ് നടത്താൻ കഴിയുമെന്നിരിക്കെ ഇതിനുള്ള അനുമതി ലഭ്യമാക്കുന്നതിന് പകരം വിമാനത്താവള അധികൃതർ ഇത്തരം വിമാനങ്ങൾ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല എന്ന് കാട്ടിയായിരുന്നു എയർപോർട്ട് അതോറിറ്റിയുടെ ഈ നടപടി. ഇത് വിമാനത്താവള അധികൃതരുടെ തന്നെ ശുപാർശയെ തുടർന്നാണ് എന്നത് വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരുന്നു. ഇതിനിടയിലാണ് കണ്ണൂർ വിമാനത്താവളം തുടങ്ങുന്നത്. വലിയ വിമാന സർവീസുകളടക്കം അങ്ങോട്ടെത്തുകയും ടിക്കറ്റ് നിരക്ക് ഉയർന്ന നിലയിൽ എന്നതും കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ചിരുന്നു. ഇതിനെല്ലാമിടയിലും കരിപ്പൂർ തകർന്ന അവസ്ഥയിലായിരുന്നു. ഇതിനെല്ലാം ശേഷം ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു സ്ഥിരം ജംബോ സർവീസുകൾക്ക് എയർ ഇന്ത്യ അനുമതി നൽകുന്നത്. ഇതിനു പിന്നാലെ കൂടുതൽ സ്വകാര്യ വിമാന കമ്പനികളടക്കം ജംബോ വിമാന സർവീസുകൾ കരിപ്പൂർ നൽകുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.